2003 ജൂൺ 12-ന് മാരുതി സുസുക്കി എന്ന കമ്പനി ഓഹരി വിപണിയിലേക്ക് കടക്കുമ്പോൾ ഷെയർ വില 125 രൂപ. ഇന്നത് 10,000-ലെത്തി നിൽക്കുന്നു. അന്ന് 12,500 രൂപ കൊടുത്ത് 100 മാരുതി ഓഹരികൾ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് 10 ലക്ഷം രൂപ കയ്യിലിരുന്നേനെ. രാജ്യത്ത് പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയെന്ന കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. രാജ്യത്തെ അതിസമ്പന്നരുടെ സ്വപ്നഭൂമിയായ ഓഹരി വിപണിയുടെ തട്ടകമായ മുംബൈയിലെ ദലാൽ സ്ട്രീറ്റ് പുതിയ ഉയരങ്ങൾ താണ്ടുമ്പോൾ അതിന്റെ പ്രയോജനം തങ്ങളിലേക്ക് കൂടെ എത്തിക്കാൻ കൂടുതൽ പേർ ട്രേഡിംഗിലേക്ക് കടക്കുന്നുവെന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വ്യൂ കണ്ട ഒരു പ്രേക്ഷകൻ എങ്ങനെയാണ് ട്രേഡിംഗ് തുടങ്ങുക എന്ന് ചോദിച്ചിരുന്നു. വളരെ സിമ്പിളായി ആർക്കും ട്രേഡിംഗ് ആരംഭിക്കാം, പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം, വിദഗ്ധരുടെ ഉപദേശം തേടണം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. നമസ്കാരം. ട്രേഡ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കർ വഴിയോ ട്രേഡിംഗ് ആപ്പുകൾ വഴിയോ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാം. വിവിധ സ്റ്റെപ്പുകളിലൂടെ ട്രേഡിംഗിലേക്ക് കടക്കാം. 1. ഒരു ഓൺലൈൻ ബ്രോക്കറെ കണ്ടെത്തുക. നമ്മൾ സ്ഥലം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിവാഹം നടത്തുന്നതിനുമൊക്കെ ബ്രോക്കർമാരെ സമീപിക്കില്ലേ? ഓഹരി വിപണിയിലുമുണ്ട് അത്തരം ബ്രോക്കർമാർ. ഒരു അംഗീകൃത ഓൺലൈൻ ബ്രോക്കറെ കണ്ടെത്തുക. അവർ അക്കൗണ്ട് തുറക്കുന്നതിനും വാർഷിക മെയിൻ്റനൻസിനും എത്ര തുക ഈടാക്കുന്നുവെന്ന് കൂടി ശ്രദ്ധിക്കുക. ചില പ്ലാറ്റ്ഫോമുകൾ തുടക്കത്തിൽ സൗജന്യമായി ഇതൊക്കെ ചെയ്തു നൽകാറുണ്ട്. കൃത്യമായി ബ്രോക്കിംഗ് ചാർജ് അടക്കമുള്ള നിരക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലാഭത്തിന്റെ വലിയൊരു പങ്ക് ഈ ഇനത്തിൽ പോയാൽ പിന്നെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. 2. ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും അടക്കം ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഓഹരി വിപണിയിലെ ഇടപാടുകൾക്ക് ഡിമാറ്റ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അക്കൗണ്ട് തുറക്കുന്നതിന് ഓൺലൈനായി ആപ്ലിക്കേഷൻ നൽകാം. പരമാവധി 15 മിനിറ്റ് മാത്രമേ ഇതിന് വരൂ. അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ലിങ്ക് തുറക്കുക. നിങ്ങളുടെ പേര്, ഇമെയിൽ വിലാസം, പാൻ നമ്പർ, ജനന തീയതി തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ നൽകുക. അഡ്രസ്സും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നൽകുക. തിരിച്ചറിയലിനും വിലാസം തെളിയിക്കുന്നതിനുമുള്ള രേഖ നൽകുക. അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് ഫോം സൈൻ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് തുറക്കലുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ലഭിക്കും. 3. ഡിമാറ്റ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പണം മാറ്റുക. ട്രേഡിംഗിന് നിങ്ങളുടെ ബ്രോക്കിംഗ് സ്ഥാപനം വേണ്ട സഹായം ചെയ്യും. ലൈവായി സ്റ്റോക്ക് വിലകൾ കാണാനും ഓഹരി വിലയുടെ ചരിത്രം മനസ്സിലാക്കാനും വിശദമായി കമ്പനികളുടെ വരുമാനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇത് സഹായിക്കും. പ്രത്യേകിച്ച് ആരുടെയും സഹായമില്ലാതെ ഓൺലൈൻ ട്രേഡ് ചെയ്യാനുമാകും. 4. സ്റ്റോക്ക് വിശദാംശങ്ങൾ മനസ്സിലാക്കുക. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ സാമ്പത്തിക സൂചകങ്ങൾ, ഓഹരികളുടെ ഡിമാൻഡും വിതരണവും, സാമ്പത്തിക റിപ്പോർട്ടുകൾ, കമ്പനികളുടെ ലാഭക്ഷമത, വ്യാപാരികളുടെ മനഃശാസ്ത്രം തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങൾ അനുസരിച്ചാണ് ഓഹരി വിലകൾ നീങ്ങുന്നത്. അറിവ് നേടുന്നതിലൂടെ നിങ്ങൾക്ക് ഓഹരികളെയും ഓഹരി വിപണികളെയും കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കാൻ കഴിയും. ശരിയായ വിലയ്ക്ക് ഓഹരി വാങ്ങാനും വിൽക്കാനും ലാഭമുണ്ടാക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. 5. സ്റ്റോക്ക് മാർക്കറ്റിലെ ലേലം വിളി എന്താണെന്ന് അറിയട്ടെ. ഒരു സ്റ്റോക്കിന് നിങ്ങൾ നൽകാൻ തയ്യാറുള്ള പരമാവധി വില, മാക്സിമം വിലയാണ് ബിഡ് വില. ചോദിക്കുന്ന വില നേരെ വിപരീതമാണ്. അതായത് വിൽക്കുന്നയാൾ സ്റ്റോക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കുറഞ്ഞ വില. ലാഭകരമായ വ്യാപാരം ഉറപ്പാക്കാൻ ശരിയായ ബിഡ് തീരുമാനിക്കുകയും വില ചോദിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. 6. സ്റ്റോക്കിന്റെ അടിസ്ഥാനപരവും സാങ്കേതികവുമായ അറിവ് നിങ്ങളുടെ ട്രേഡിംഗ് ആസൂത്രണം ചെയ്യുന്നതിന് സഹായിക്കും. സ്റ്റോക്കിന്റെ അടിസ്ഥാനപരവും സാങ്കേതികവുമായ വിശകലനം പഠിക്കുക. വിദഗ്ധരുടെ അഭിപ്രായവും നിങ്ങളുടെ വിശകലനവും ഉപയോഗിച്ച് സുരക്ഷിതമായ സ്റ്റോക്കുകൾ മാത്രം വാങ്ങുക. സാങ്കേതിക വിശകലനം ഭാവിയിലെ സാധ്യതകൾ പ്രവചിക്കുന്നതിന് സ്റ്റോക്കിനെ അതിന്റെ മുൻകാല വിലയും വോളിയം ചാർട്ടും അടിസ്ഥാനമാക്കി വിലയിരുത്തും. 7. നഷ്ടം തടയാൻ പഠിക്കുക. അസ്ഥിരത എന്നത് ഷെയർ മാർക്കറ്റിന്റെ ഒരു സ്വഭാവമാണ്. അതിനാൽ നഷ്ടം എങ്ങനെ തടയാമെന്ന് ഒരു തുടക്കക്കാരൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യാപാരം നടത്തുമ്പോൾ നഷ്ടം കുറയ്ക്കുന്നതിന് നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് വില നിശ്ചയിക്കണം. നഷ്ടം തടയുന്നതിൽ പരാജയപ്പെട്ടാൽ കഷ്ടപ്പെട്ട് ട്രേഡിംഗിന് ഉപയോഗിച്ച് കാശ് നഷ്ടപ്പെടും. 8. ഒരു വിദഗ്ധനോട് ചോദിക്കുക. ഷെയർ മാർക്കറ്റ് പ്രവചനാതീതമാണ്. ഓഹരി വില കൃത്യമായി പ്രവചിക്കാൻ ആർക്കും കഴിയില്ല. എന്നിരുന്നാലും ഒരു വിദഗ്ധന്റെ ഉപദേശം സ്വീകരിക്കുന്നത് തുടക്കക്കാർക്ക് ശരിയായ ട്രേഡിംഗ് തീരുമാനത്തിലേക്ക് എത്താൻ സഹായിക്കും. 9. സുരക്ഷിതമായ സ്റ്റോക്കുകളിൽ നിന്ന് ആരംഭിക്കുക. തുടക്കത്തിലെ ഇട്ട കാശ് പോയാൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസം കുറച്ചേക്കാം. സ്ഥിരതയുള്ള സുരക്ഷിത സ്റ്റോക്കുകളിൽ നിന്ന് ആരംഭിക്കുകയാണ് വേണ്ടത്. തുടക്കത്തിൽ ഇത് നിങ്ങൾക്ക് വമ്പൻ ലാഭമൊന്നും തന്നു വരില്ല, പക്ഷെ പണം നഷ്ടപ്പെടുന്നതിൽ നിന്ന് സുരക്ഷ നൽകും. നിക്ഷേപത്തിന് ആദ്യം വേണ്ടത് സേഫ്റ്റി അല്ലേ? ഇനി ചെയ്യരുതാത്തത്.
യൂട്യൂബിലൊക്കെ വിപണിയെക്കുറിച്ച് പൊതു അഭിപ്രായവും അതുപോലെ തന്നെ വിപണിയിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയതിന്റെ കണക്കുകളും കേട്ട് അത് മാത്രം വെച്ച് ഒരു സുപ്രഭാതത്തിൽ കുറെ കാശുമായി വിപണിയിൽ ഇറങ്ങി പണി വാങ്ങരുത്. കൃത്യമായി അവബോധം ഉണ്ടാക്കിയെടുത്ത ശേഷം മാത്രം ട്രേഡിംഗ് തുടങ്ങുക. മ്യൂച്വൽ ഫണ്ട് പോലെ താരതമ്യേന സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ കൈവച്ച് നിക്ഷേപ തുടക്കമാകാം. തുടക്കക്കാർ ചാടിക്കയറി ഡേ ട്രേഡിംഗ് ഒന്നും ചെയ്തു കളയരുത്. അതൊക്കെ സമയമെടുത്ത് ഓഹരി വിപണിയെക്കുറിച്ച് അറിവ് നേടിയിട്ട് മാത്രം ചെയ്യേണ്ടതാണ്. എത്ര വരുമാനം കുറവാണെങ്കിലും വിവിധ നിക്ഷേപങ്ങളുടെ ഒരു ബാസ്ക്കറ്റ് നിങ്ങൾക്കുണ്ടാവണം. അതിലൊന്നു മാത്രമായിരിക്കണം ഓഹരി നിക്ഷേപം. ഓരോ പ്രായത്തിലും ഒരാൾക്ക് എടുക്കാനാകുന്ന റിസ്ക് ഉണ്ട്. അത് കണക്കാക്കിയല്ലാതെ നിക്ഷേപം നടത്തരുത്. 11. ചെറിയ തുകകളിൽ ട്രേഡിംഗ് നടത്താനാകുമോ? 500 രൂപയുണ്ടെങ്കിലും വ്യാപാരം തുടങ്ങാം. ചെറിയ തുകകളിൽ തുടങ്ങിയാൽ വലിയ നഷ്ടമുണ്ടാകില്ല. സാധാരണക്കാർക്ക് എന്ത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ആർക്കും ട്രേഡിംഗ് നടത്താം. അതിന് ലക്ഷപ്രഭുവോ ശതകോടീശ്വരനോ ഒന്നും ആകണമെന്നില്ല. ഓഹരി വിപണിയെക്കുറിച്ചുള്ള ശരിയായ അവബോധം, രാജ്യത്തെ സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവ് ഒക്കെ സുരക്ഷിതമായ നിക്ഷേപത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സാക്ഷരതയുള്ളവരാകുക. സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കുക. സാമ്പത്തിക വാർത്തകൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സേവിങ്സ്, ഹാപ്പി ട്രേഡിംഗ്.